നാം ഇടുക്കിയെ കുറിച്ച് പറയുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയാണ്. പക്ഷേ ചില രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ യു ഡി എഫിനെ കൈവിട്ടിട്ടുമുണ്ട്. ഈ തവണ മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസും അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയിട്ടുള്ള ജോയ്സ് ജോർജും ആണ്. സംഗീത വിശ്വനാഥൻ എന്ന കാൻഡിഡേറ്റിനെ ഇറക്കി NDA നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കുന്നു. കോട്ടയത്തിന്റെ തൊട്ടടുത്ത മണ്ഡലമാണ്. BDJSന്റെ തന്നെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. എന്തായാലും ഇടുക്കിയെ സംബന്ധിച്ച് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ തവണ നേടിയത് വമ്പിച്ച വിജയമായിരുന്നു. അതേസമയം ജോയ്സ് ജോർജ് ഇതേ ഡീൻ കുര്യാക്കോസിനെ 2014 തോൽപ്പിച്ച ചരിത്രം വെറും 5 കൊല്ലം മുമ്പ് മാത്രം ഉണ്ട് താനും. എന്ത് തോന്നുന്നു, ആവർത്തിക്കുമോ ഡീൻ? ഡീൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഇടുക്കി മണ്ഡലത്തിന്റെ കാര്യത്തിൽ അധികം സമയം കളയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, സംശയമില്ല. ഡീന് കൃത്യമായ എഡ്ജുണ്ട്. കഴിഞ്ഞ തവണത്തെ മത്സരം ആവർത്തിക്കുന്നു എന്നതിനപ്പോൾ അതുപോലെ തന്നെ ഫലവും അതേപടി ആവർത്തിച്ചേക്കും. അല്ല, തോൽക്കാത്ത മണ്ഡലമൊന്നുമല്ലോ കേട്ടോ. ഇതേ ഡീൻ കുര്യാക്കോസിനെ ഇതേ ജോയ്സ് ജോർജ് 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സഹായത്തോടു കൂടി പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പുതിയ സാഹചര്യത്തിൽ ഇടുക്കിയുടെ രാഷ്ട്രീയ നില തീർച്ചയായും LDFന് അത്ര അനുഗുണമായിട്ടുള്ളതല്ല എന്ന് മറക്കരുത്. അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫിന്റെ ഭാഗമായി LDFൽ നിൽക്കുമ്പോൾ തുടർച്ചയായി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇടുക്കി. ഇടുക്കി എന്ന് പറയുന്നത് ബാലികേറ മലയൊന്നും എന്ന് മാത്രമല്ല, ഹൈറേഞ്ചിലെ ഇപ്പോൾ കേരള കോൺഗ്രസ് M കൂടി വന്ന സാഹചര്യമുണ്ട്. റോഷി അഗസ്റ്റിന്റെ ഇടുക്കി മുതൽ ഇങ്ങോട്ട് വലിയ വിജയം ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയിട്ടുണ്ട് എന്ന പശ്ചാത്തലം അവിടെ നിൽക്കുന്നു. പക്ഷേ ഞാൻ സമ്മതിക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ വ്യത്യസ്തമാണ്. നോക്കൂ, ഭൂരിപക്ഷം 1,71,053 വോട്ടുകൾക്ക് കൂറ്റൻ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കിയെ സംബന്ധിച്ച് വലിയ ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് തോന്നുന്നു. ഡോക്ടർ G. ഗോപകുമാർ, ഇടുക്കി ഇത്തവണയും ഈസി ആയിട്ട് UDF വിജയിക്കുമോ? അതെ, പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. വളരെ ജനകീയനായ സ്ഥാനാർത്ഥിയാണ് UDFന്റെ ഡീൻ കുര്യാക്കോസ്. മറ്റുള്ളവരും മോശമല്ല, എന്നാൽ പോലും രാഷ്ട്രീയ സാഹചര്യം ഇത്തവണ UDFന് വളരെ അനുകൂലമാണ്. മുമ്പ് PT തോമസിനെ തോൽപ്പിച്ചതുപോലെ, ഇല്ലെങ്കിൽ PT തോമസ് അവിടെ മാറി നിന്ന് ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിച്ചതുപോലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇടുക്കിയിലില്ല. വളരെ അനുകൂലമായൊരു സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. അതുകൊണ്ട് UDF സ്ഥാനാർത്ഥി അനായാസന് ജയിക്കേണ്ട ഒരു മണ്ഡലമാണ് ഇടുക്കി ലോക്സഭാ സീറ്റ്. ഈസി വാക്ക് ഓവർ. റാഷിദിനും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, അതോ എന്തെങ്കിലും സർപ്രൈസ്? പുതിയ ക്രൈസ്തവ രാഷ്ട്രീയം, മലയോരത്തിന്റെ രാഷ്ട്രീയം, കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം? ഇടുക്കി ജോയ്സ് ജോർജ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി PT തോമസിന് ശേഷം അവിടെ ഒരു ഘട്ടം ജയിച്ചു എന്നുള്ളതിനപ്പുറം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊക്കെ പറഞ്ഞ നിരീക്ഷണത്തോട് തന്നെയാണ് ഡീൻ കുര്യാക്കോസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി അതിനുശേഷം അദ്ദേഹം ആ മണ്ഡലത്തിൽ ജയിച്ചതിന് ശേഷവും ആ മണ്ഡലത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റ് ഒരു പരിപാടിക്കും ഡീൻ കുര്യാക്കോസിനെ വലിയ രീതിയിൽ കാണാറില്ല. മണ്ഡലത്തിൽ ശ്രദ്ധയും ആ ഒരു രീതിയിൽ ആ ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. ഈ പ്രാവശ്യം അവിടെ ഡീൻ കുര്യാക്കോസ് ജയിക്കുമെന്ന് തന്നെയാണ് അഭിലാഷ് ഞാൻ കാണുന്നത്. ശരി, അതായത് അപ്പോൾ ഇടുക്കിയുടെ കാര്യത്തിലും ആർക്കും എതിരഭിപ്രായമില്ല. ഇടുക്കി അനായാസം UDF എന്നുള്ളതാണ് കാണുന്ന സൂചന.